കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ CPIM-ന് വിമർശനം. CPIM പലയിടത്തും വോട്ട് ചെയ്തില്ല, അർഹമായ സീറ്റ് ലഭിച്ചില്ല എന്നും വിമർശനമുയരുകയാണ്. ടോബി ജോൺസൺ ചേരുകയാണ് കോട്ടയത്ത് നിന്ന്. ടോബി, അങ്ങനെ അതിരൂക്ഷ വിമർശനം CPIM-നെതിരെ ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉയരുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഉച്ചയ്ക്ക് ശേഷമാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചത്. ആ ചർച്ചയ്ക്കിടയിലാണ് CPM-ന്റെ വോട്ടുകൾ പലയിടത്തും കേരള കോൺഗ്രസിന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചില്ല എന്നുള്ളൊരു വിമർശനം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉയർന്നു വന്നത്. എന്തായാലും ഈ വിഷയത്തിൽ മറ്റൊരു വിമർശനം കൂടി വന്നത് ചില അർഹമായ സീറ്റുകൾ ലഭിച്ചില്ല എന്നുള്ളൊരു വാദം കൂടി ഇതിന്റെ അകത്ത് ഉയർന്നു വരുന്നുണ്ട്. നമുക്ക് നിലവിലെ സാഹചര്യങ്ങൾ അറിയാം. മുന്നണി വിടാനുള്ള ചർച്ചകൾ അത് ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ നടക്കുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ അത് കാര്യമായി അങ്ങനെ ഒരു മുന്നണി മാറ്റ ചർച്ചകളിലേക്കൊന്നും കാര്യമായി കടന്നില്ല. ചെയർമാൻ ആദ്യം തന്നെ സംസാരിച്ചപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ ഒരു ഏകസ്വരം, അതായത് നിലവിൽ LDF-ൽ ഉറച്ചു നിൽക്കുകയാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു നിലപാടാണ്, അതുമായി മുന്നോട്ട് പോകണമെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ വിവിധ വശങ്ങൾ ചർച്ച ചെയ്തു. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഏകദേശം 1200ഓളം സീറ്റുകളിലാണ് ഇത്തവണ കേരള കോൺഗ്രസ് മത്സരിച്ചത്. പല സ്ഥലങ്ങളിലും കാര്യമായിട്ടുള്ള വിജയം നേടാൻ സാധിച്ചില്ല. പ്രത്യേകിച്ചും പാലായിൽ അധികാരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വിമർശനം ഉയർന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ജോസ് കെ മാണി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്താ സമ്മേളനം വിളിക്കും. അതിൽ കൂടുതൽ വിവരങ്ങൾ പറയുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കേരള കോൺഗ്രസ് എന്തായാലും മുന്നണി വിടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. LDF-ൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് തീരുമാനം. പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു തിരിച്ചടി, അതിനുള്ള കാരണങ്ങൾ നിരവധിയുണ്ട് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് ഉള്ളത്. അതിലൊരു പ്രധാനപ്പെട്ട വിലയിരുത്തലാണ് പല സ്ഥലങ്ങളിലും CPM പ്രവർത്തകർ വോട്ട് ചെയ്തില്ല, പല സീറ്റുകളും തോൽക്കാനുള്ള കാരണം ഇതാണെന്നുള്ള രീതിയിൽ വിമർശനം ഉയർന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത. ശരി, ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിലാണ് CPM-നെതിരെ അതിരൂക്ഷ വിമർശനം ഉയർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.